ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കേസരി ഉണ്ടാക്കിയാലോ? ഇതുപോലെ ഉണ്ടാക്കാം. കേസരി ഇങ്ങനെ ഒരു കേസരി ഉണ്ടാക്കാം കേട്ടോ. നമുക്കിത് മുറിച്ച് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റിയായ കേസരിയാണ്. ഞാൻ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ്. ഇത് ഇപ്പം ഞാനിത് പ്ലേറ്റിൽ ഒഴിച്ചെടുത്താണ് കേസരി ഉണ്ടാക്കിയിട്ട്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് കുറച്ച് പാലൊഴിക്കാം പാത്രത്തിൽ. ഞാനിവിടെ കുറച്ച് പാലെടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് കൂട്ടാൻ പാല്. അധികം ഞാൻ പാൽ ഉപയോഗിക്കില്ലാത്തതുകൊണ്ട് കുറച്ച് പാലാണ് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് എല്ലാവർക്കും ആവശ്യമുള്ള പോലെ ഉപയോഗിക്കാറ്. അപ്പം ഞാൻ കുറച്ചെടുക്കുന്നുള്ളൂ. ഞാൻ ഒരു ഗ്ലാസ് പാലിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ റവ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. 2 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. കട്ടയില്ലാതെ ഇളക്കി കൊടുക്കാം. സ്റ്റൗ കത്തിച്ചിട്ടില്ല കേട്ടോ. ഒന്ന് ഇളക്കിയിട്ട് കത്തിക്കാം. ഇനി നമുക്ക് കളറിന് വേണ്ടി ഞാൻ ഫുഡ് കളറൊന്നും ഉപയോഗിക്കില്ല. മഞ്ഞൾപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി മധുരം ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു ശകലം ഉപ്പ്. പിന്നെ നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം ഒന്ന് കുറുകണം കേട്ടോ. ഇളക്കി കൊടുക്കാം. നമുക്ക് ഒന്ന് തിളച്ചോട്ടെ, എന്നാലേ കുറുകുള്ളൂ. കയ്യിലെടുത്താൽ കട്ട പിടിക്കും. അടിയിൽ കട്ട പിടിക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം. അവിടെ ഇരിക്കട്ടെ. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് അടി പിടിക്കാതെ ഒന്ന് ഇളക്കിയും കൊടുക്കണം. രണ്ട് സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് ഉപയോഗിക്കണുള്ളൂ കേട്ടോ. നെയ്യൊന്നും അധികം ഉപയോഗിക്കാൻ പാടില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നെയ്യ് എടുക്കണുള്ളൂ. ഇളക്കി കൊടുക്കുക നല്ലോണം.
കുറുകി വരുന്നുണ്ട്. അടിയിൽ കട്ട കിട്ടാതെ ഇളക്കി ഇളക്കി വരണം കേട്ടോ. കുറുകിക്കോട്ടെ. മധുരം കുറച്ചും കൂടി വേണ്ടി വരും. അപ്പം ഇത്രയും കൂടി പഞ്ചസാര ഇടുവാണ്. നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് എസൻസ് ഒഴിച്ച് വെക്കുക. വാനില എസൻസ് ആണ്. ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഇലയിലേക്ക് പകർത്തി കൊടുക്കാം കേട്ടോ. കുറുകി വന്നിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ ഓഫാക്കാം. ഇല പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു പോന്നിട്ടുണ്ട്. എസൻസ് ചേർത്തുകൊണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് പായി കൊടുക്കുക. കശുവണ്ടിപ്പരിപ്പും മുന്തിരിയുമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേസരി. അപ്പം വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് സബ്സ്ക്രൈബാണ് വേണ്ടത്. എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുക. കണ്ടല്ലോ കേസരി ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ആ എസൻസ് ഒക്കെ ഒഴിച്ചപ്പോൾ നല്ല വാസനയൊക്കെ വരുന്നുണ്ട്. കളറിന് ഫുഡ് കളറൊന്നും വേണ്ട, നമുക്ക് മഞ്ഞൾപ്പൊടി മാത്രം മതി. പാൽ എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ കുറച്ച് പാലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കേസരി റെഡിയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക്. അപ്പം അടുത്ത വീഡിയോ വരേക്കും ബൈ.